ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലോബ്സ്റ്റർ ഗ്രില്ലാണ്. അതിനായിട്ട് ഒരു പാനിൽ വെള്ളം തിളപ്പിച്ചതിന് ശേഷം ലോബ്സ്റ്ററിനെ അതിനകത്തേക്ക് ഇറക്കി വെക്കുക. ലോബ്സ്റ്ററിൻ്റെ കുക്കിംഗ് ടൈം ഒരു 5 to 10 minutes ആണ്. ഇങ്ങനെ ഒരു റെഡ് കളറായിട്ട് വരുമ്പോൾ അത് നമ്മൾ കുക്കായെന്ന് തന്നെ മനസ്സിലാക്കാം. എന്നിട്ട് നമ്മളിത് ഒരു പ്ലേറ്റിലോട്ട് വെച്ച് അതിൻ്റെ ലെഗ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ആദ്യം നമ്മളതിൻ്റെ 2 ബിഗ് ലെഗ്സ് ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്ത് മാറ്റി വെച്ചു. അത് നമുക്ക് സെപ്പറേറ്റ് ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്യാം. പിന്നെ ഈ ചെറിയ ലെഗ്സ് എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. അത് വേസ്റ്റിലോട്ടാണ് പോകുന്നത്. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഹെഡ് നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് നടുവേ പിളർന്നു കൊടുക്കുക. ഇതിൽ ഈ ഹെഡിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല വേസ്റ്റ് ഉണ്ട്. നമ്മളത് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി മാറ്റാണ് ചെയ്തത്. പിന്നെ ഇത് ടെയിൽ മാത്രം ഗ്രില്ല് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. നമ്മളിതിൻ്റെ തലയും കൂടി എടുത്ത് അതിന് അത്യാവശ്യം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നി, അങ്ങനെ നമ്മളത് എടുത്തതാണ്. ഇനി നമ്മളിത് ശരിക്കും നടുവേ നമുക്ക് സിസേഴ്സൊക്കെ നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടപ്പോൾ ഒന്ന് മേടിച്ച് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായതുകൊണ്ട് നമുക്ക് അതിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് ആഴത്തിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ സോസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർക്കാനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് പിളർക്കുക. ആ കാണുന്നതാണ് ഇതിൻ്റെ വേസ്റ്റ്. നമുക്കത് ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കഴുകി അത് പോകുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെയിലും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ടെയില്. ഈ ടെയിൽ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഫ്ലഷോട് കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സോസൊക്കെ അത്യാവശ്യം നന്നായിട്ട് അതിനകത്തേക്ക് ആക്കാൻ പറ്റും. ഇങ്ങനെ കട്ട് ചെയ്യുക. ഇത് ഈ ഷേപ്പിൽ തന്നെയല്ല, നമുക്ക് ശരിക്കും ഒരു പ്രോൺസിൻ്റെ ഷേപ്പ് തന്നെയാണെങ്കിലും ഇത് നമുക്ക് നേരെ തന്നെ വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്യാൻ ശ്രമിക്കാം. കുറച്ച് കഷ്ടപ്പെട്ടു, എന്നാലും നമ്മൾ അത് നടുവേ ഗ്രില്ല് ചെയ്യാനായിട്ട് പിളർന്നു കൊടുക്കുന്നുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിൻ്റെ സോസും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പം നമ്മുടെ ടെയിലും അതേപോലെ തന്നെ ഹെഡും നമ്മൾ നടുവേ ഒന്ന് പിളർന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടു, ആ ടെയിലിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഫുൾ മീറ്റും ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മൾ അതിസാഹസികമായി അത് പിളർന്നിരിക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു സോസാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ബട്ടറും ഗാർലിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനകത്തേക്ക് സോസ് ആഡ് ചെയ്യാം. സോസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗാർലിക് ഉണ്ട്, അതിനകത്ത് ബട്ടറുണ്ട്, പിന്നെ ഞങ്ങൾ കുറച്ച് ഒറിഗാനോ ആണ് ചേർത്തത്, റോസ്മേരി അല്ലെങ്കിൽ നമുക്ക് പാഴ്സലിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം അതിനകത്തോട്ട്. ഇനി നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് സോൾട്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക, പെപ്പറും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മളതെല്ലാം പുരട്ടി കൊടുത്ത് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഗ്രില്ല് എടുത്ത് വയ്ക്കുക. നമ്മുടെ ഗ്രില്ല് നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഓവൻ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കുക. പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് നമ്മളൊരു 15 minutes ആണ് നമ്മൾ വെച്ചത്. അപ്പോഴേക്കും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ഹെൽത്തിയാണ്. ഞങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണേലും ഒത്തിരി നന്നായിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റി. ട്രൈ ഗൈസ്. താങ്ക് യു.